ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ, ഹിസ്റ്ററിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി, ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ഒന്ന് ന്യൂസ് പേപ്പർ കോട്ടിങ്സ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വാർത്തകളുണ്ട്, നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? Gender and sex are distinct concepts. Individuals have the right to self-identify their gender. അല്ലേ, ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. അടുത്തത്, ലിംഗവും ലൈംഗികതയും വ്യത്യസ്ത ആശയങ്ങളാണ്. വ്യക്തികൾക്ക് അവരുടെ ലിംഗഭേദം സ്വയം തിരിച്ചറിയാനുള്ള അവകാശമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഇതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ലിംഗപദവി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് അല്ലേ. എവറി ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു ചൂസ് ദെയർ ജെൻഡർ ഐഡൻറ്റിറ്റി. രണ്ട് പത്ര തലക്കെട്ടുകളാണ് എന്ത് ചെയ്തത് നമ്മൾ കണ്ടത് അല്ലേ. ഈ പത്ര തലക്കെട്ടുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയൊക്കെ വിധികളിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ലിംഗ പദവി അല്ലെങ്കിൽ ജെൻഡർ, അതുപോലെ തന്നെ സെക്സ് അല്ലേ, ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ ജെൻഡറും സെക്സും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും ഒന്നാണോ? ജെൻഡർ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും ഒരേ സംഭവമാണോ? അതായത് ലിംഗ പദവിയും അതുപോലെ ലിംഗഭേദവും സെയിം ആണോ? ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്ത ആശയങ്ങളാണ് അല്ലേ. ജെൻഡർ ആൻഡ് സെക്സ് ആർ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്. ദെൻ നമ്മൾ എവിടേക്കാണ് നമ്മൾ ഈ ജെൻഡർ അല്ലെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്ന ടേമുകൾ കാണല് അല്ലേ? നമ്മുടെ SSLC ബുക്കിലുണ്ടാവും അല്ലേ, ആധാർ കാർഡിൽ അല്ലേ, ആധാർ കാർഡിൽ എന്തുണ്ടാവും, നമ്മുടെ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ ഉണ്ടാവും. സ്കൂൾ അഡ്മിഷൻ റെക്കോർഡുകളിൽ ഉണ്ടാവും അല്ലേ, ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ടാവും കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഉള്ളത്. അടുത്തത് റേഷൻ കാർഡിലുണ്ടാവും അല്ലേ, റേഷൻ കാർഡ് കണ്ടിട്ടില്ലേ, ആൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ലൈസൻസിലുണ്ടാവും, പാസ്പോർട്ടിലുണ്ടാവും, തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ രേഖകളിലൊക്കെ എന്തുണ്ടാവും, സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും അല്ലേ. ഓക്കെ, പിന്നെ ഈ ടേമുകൾ ജെൻഡർ എന്ന് പറയുന്ന ടേമുകളും സെക്സ് എന്ന് പറയുന്ന ടേമുകളും എന്താണ് രണ്ടും ഡിഫറെൻറ്റ് ടേമുകളാണ് അല്ലേ. ദ ടേംസ് ജെൻഡർ ആൻഡ് സെക്സ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിൾ ഇൻ വേരിയസ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ്, ബട്ട് ഇൻ സം റെക്കോർഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോംസ് മെയിൽ ഓർ ഫീമെയിൽ ഓർ അതേഴ്സ്, മെയിൽ ഫീമെയിൽ അതേഴ്സ് അല്ലേ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ്. നോക്കൂ, വിവിധ തിരിച്ചറിയൽ രേഖകളിൽ ലിംഗപദവി, ലിംഗഭേദം എന്നീ വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അല്ലേ. ചില രേഖകളിൽ എന്തായിരിക്കും സെക്സ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ചില രേഖകളിൽ എന്തായിരിക്കും കൊടുത്ത ജെൻഡർ എന്നായിരിക്കും കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് രേഖകളില്ലേ, അതായത് നമ്മുടെ SSLC ബുക്ക്, ആധാർ കാർഡ്, പിന്നെ റേഷൻ കാർഡ് പോലത്തെ ഒരുപാട് ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ രേഖകളുണ്ട്. ഈ രേഖകളിലൊക്കെ എന്തായിരിക്കും, ചില രേഖകളിൽ സെക്സ് എന്ന് പറയുന്ന ടൈം ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, ചില രേഖകളിൽ എന്തായിരിക്കും ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈം ആയിരിക്കും. ശരിക്കും ഇത് രണ്ടും സെയിം ആണോ, സെക്സും ജെൻഡറും? അല്ല, ഇത് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നോക്കും, ജെൻഡർ എന്നുള്ളത് എന്താണെന്ന് നോക്കും അല്ലേ. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗഭേദം എന്ന് പറയും, മലയാളത്തിൽ ലിംഗഭേദം കേട്ടോ. മലയാളത്തിൽ എന്ത് പറയും, ലിംഗഭേദം. സെക്സ് എന്ന് പറഞ്ഞാൽ ലിംഗഭേദം. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിംഗ പദവി. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം അല്ലെ. സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അല്ലെ. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ലിംഗഭേദം എന്ന് പറയുന്നത് അല്ലെ. ഒരു കുട്ടി എന്തെയാണ് ജനിക്കുമ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കും. എങ്ങനെ തീരുമാനിക്കുക, ആ കുട്ടിയുടെ സെക്സ് ഓർഗൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ലിംഗഭേദം അല്ലെങ്കിൽ എന്ത് പറയുക, സെക്സ് എന്ന് പറയുക അല്ലേ. നോക്കൂ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ക്രോമസോം അല്ലേ. ക്രോമസോം, ആൺ സ്ത്രീകൾ തമ്മിലും പുരുഷന്മാർ തമ്മിലും അവരുടെ ക്രോമസോമിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയില്ല ക്രോമസോം അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ക്രോമസോം, ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും ക്രോമസോം അല്ലേ. അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമുകളൊക്കെ തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുക, കുട്ടി ഉണ്ടാവും അല്ലേ. ആ സമയത്ത് എന്തുണ്ടാവും, നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. XY എന്നുള്ളത് അച്ഛൻ്റെതായിരിക്കും, XX എന്തായിരിക്കും, അമ്മേൻ്റെതായിരിക്കും അല്ലേ. ഇതിൽ എക്സും കൂടി ചേർന്നാൽ എന്തുണ്ടാവും, അത് പെൺകുട്ടി ഉണ്ടാവും. Xും Yയും കൂടി ചേർന്നാൽ എന്തുണ്ടാവും, ആൺകുട്ടി
ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വരും ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അതൊക്കെ പഠിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ക്രോമസോം അല്ലേ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ക്രോമസോമിൽ ഡിഫറൻസ് ഉണ്ടാവും. ആൺകുട്ടികളിൽ XY ആയിരിക്കും, പെൺകുട്ടികളിൽ എന്തായിരിക്കും, XX ആയിരിക്കും. എന്തെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്രോമസോമിൽ ഡിഫറൻസ് ആർക്കുണ്ടാവും, ആൺകുട്ടികൾ തമ്മിലും അല്ലേ, അതായത് പെൺകുട്ടികൾ തമ്മിൽ, ബോയ്സും ഗേൾസും തമ്മിൽ, അല്ലെങ്കിൽ മെയിലും ഫീമെയിലും തമ്മിൽ എന്തുണ്ടാവും, ക്രോമസോമിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. പിന്നെ എന്തുണ്ടാവും, ഫിസിക്കൽ സ്ട്രക്ചർ അല്ലേ. ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അല്ലെങ്കിൽ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ, അവരുടെ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ. ഒരു സ്ത്രീയെ കണ്ടാലും പുരുഷനെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ അല്ലേ. എന്ത് ചെയ്യും, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ, അവരുടെ ശരീരത്തിൻ്റെ രൂപത്തിലും ആപത്തിലൊക്കെ എന്തുണ്ടാവും, സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ എന്ത് ചെയ്യും അതിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും അല്ലേ. ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്കായിട്ട് ചില ഹോർമോണുകളും പുരുഷന്മാർക്കായിട്ട് ചില ഹോർമോണുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഹോർമോണിൻ്റെ വേരിയേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, സ്ത്രീത്വം പുരുഷത്വം പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, സെക്സ് തീരുമാനിക്കുന്നതിൽ ഹോർമോണൽ ഡിഫറൻസ് ഉണ്ടാവും. മെയിൽസിലും ഫീമെയിൽസിലും ഹോർമോണൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അടുത്തത് ജെനിറ്റാലിയ. ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസ് ഒക്കെ അല്ലേ. മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും സെക്സ് ഓർഗൻസിൽ ഡിഫറൻസ് അല്ലേ ഉണ്ടാവും. അടുത്തത് അതർ ഫിസിക്കൽ ഫാക്ടേഴ്സ് അല്ലേ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ എന്തുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാ, ക്രോമസോമുകളിലുള്ള വ്യത്യാസങ്ങൾ, ശരീരഘടനയിലുള്ള വ്യത്യാസങ്ങൾ, ഹോർമോണുകളിലുള്ള വ്യത്യാസങ്ങൾ, പ്രത്യുൽപാദന വ്യവസ്ഥകളിലുള്ള വ്യത്യാസങ്ങൾ അല്ലേ, മറ്റ് ശാരീരിക ഘടകങ്ങൾ എന്നിവയെ ആണിനും പെണ്ണിനും വ്യത്യസ്തങ്ങളായാണ് വ്യത്യസ്തങ്ങളാണ്. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ലിംഗഭേദം അഥവാ സെക്സ് എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് എന്താണ്, ലിംഗപദവി. ലിംഗപദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജെൻഡർ. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതായിരുന്നു, സെക്സ് അല്ലേ. സെക്സ് എന്തായിരുന്നു, സെക്സ് ലിംഗഭേദം കേട്ടോ. ലിംഗഭേദമാണ് ഇത് സെക്സ്. സെക്സ് ലിംഗഭേദമാണെങ്കിൽ ജെൻഡർ എന്താ, ലിംഗപദവിയാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത്. ലിംഗപദവിയാണ് ഇത് ജെൻഡർ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ജെൻഡർ ആണ് കേട്ടോ. എന്താ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെൻഡർ റെഫേഴ്സ് ടു ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് അസോസിയേറ്റഡ് വിത്ത് കാറ്റഗറീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽസ് ത്രൂ പെർട്ടിക്കുലർ സോഷ്യൽ കോൺട്രാക്സ്റ്റ് അല്ലേ. എന്തതുകൊണ്ട് ഉദ്ദേശിച്ചത്, ലിംഗപദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും അല്ലെ, ഇതാണ് ഇമ്പോർട്ടൻ്റ്, സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവും അല്ലെ, സാംസ്കാരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു അല്ലെ. സാമൂഹികവും പിന്നെ സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകൾ എന്താണ്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്. നോക്കൂ മക്കളെ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടി ഒരു പക്ഷെ തുടക്കത്തിൽ എന്തായിരിക്കും, ആൺകുട്ടിയായിരിക്കാം പെൺകുട്ടിയായിരിക്കാം അല്ലേ. പക്ഷെ എന്താണ്, ഈ കുട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഫെമിലിൻ, അതായത് സ്ത്രീകളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു ക്യാരക്ടർ, ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്, സോഷ്യലി ഉള്ള കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, അത് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കും, പാവക്കുട്ടികൾ അല്ലെ, ബൊമ്മകൾ, ഡോൾസ്, ഇതിനൊക്കെ എന്ത് ചെയ്യും, വാങ്ങിക്കൊടുക്കും. എന്നാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾക്ക് ഡോൾസ്, ബൊമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലോ ഇവർക്ക് കാറ്, പിന്നെ ബൈക്ക്, സൈക്കിൾ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ആണെന്നില്ല, ആൺകുട്ടികൾക്ക് തോക്ക്, ഗണ്ണൊക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇവരെ വളർത്തിയെടുക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സാമൂഹികമായിട്ട് സോഷ്യലി എന്ത് ചെയ്യാണ്, ഇവരിൽ ആൺ പെൺ എന്ന് പറയുന്ന ഒരു വ്യത്യാസം അല്ലേ അവിടെ രൂപപ്പെടുകയാണ്. കൾച്ചറലി സാംസ്കാരികപരമായിട്ടില്ലേ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ വെവ്വേറെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെറുപ്പം തൊട്ടേ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഡിഫറൻസ് വരികയാണ്. സൈക്കോളജിക്കൽ ഡിഫറൻസ് ഒക്കെ അല്ലേ, സൈക്കോളജിക്കലി ഡിഫറൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, വരികയാണ്. ഇതിനാണ് എന്ത് പറയുക നമ്മൾ, ജെൻഡർ, അതായത് ലിംഗ പദവി എന്ന് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, സം സൊസൈറ്റീസ് കൺസിഡർ പിങ്ക് ആസ് ദ കളർ ഫോർ വിമൺ. പിങ്ക് കളർ എന്നുള്ളത് ആർക്കുള്ളതാ, പിങ്ക് കളർ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള കളറാണെന്നും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ബ്ലൂ കളർ ആർക്കുള്ളതാ, ബ്ലൂ കളർ പുരുഷന്മാർക്കും പിങ്ക് കളർ സ്ത്രീകൾക്കുള്ളതാണെന്നൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു. ഇതിലെന്തില്ല, ഒരു ബയോളജിക്കൽ എന്താ പറയുക, തെളിവൊന്നുമില്ല, വെറുതെ എന്തെയാണ് നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ കേട്ടോ. ജെൻഡർ ഇസ് നെയ്തർ ബയോളജിക്കൽ നോർ കോൺസ്റ്റന്റ്. ഈ ജെൻഡർ എന്ന് പറയുന്ന സാധനം നമുക്ക് ജന്മനാ കിട്ടുന്നതാണോ,
ആണോ? അല്ല. സെക്സ് എന്താണ്? ജന്മനാ കിട്ടുന്നതാണ് സെക്സ്, അതായത് ലിംഗഭേദം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള ലിംഗപദവി എന്താ? അത് ജന്മനാ കിട്ടുന്നതല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള, അതുപോലെ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ, മാനസികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഉരുതിരിഞ്ഞ് വരുന്ന, അതായത് ഇതിൽ നിന്നൊക്കെ എന്താണ് വരുന്നൊരു കാര്യമാണ് ഇത് ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ജെൻഡർ ഈസ് നെയ്തർ ബയോളജിക്കൽ, അതെന്തല്ല ബയോളജിക്കൽ അല്ല. ആണോ? ജീവശാസ്ത്രപരമായിട്ട് എന്താണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്? എന്താണ്? സെക്സ് ആണ് അല്ലെ. ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറയുന്ന അതാണ് സെക്സിനാണ് നമ്മൾ എന്താ പറയുക, അതിനാണ് ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അല്ലേ. മറ്റേതെന്തല്ല, ഇറ്റ്സ് നോട്ട് ബയോളജിക്കൽ, ജെൻഡർ ഈസ് നോട്ട് ബയോളജിക്കൽ ആൻഡ് എന്താണ് നോട്ട് കോൺസ്റ്റന്റ് അല്ലേ. നോട്ട് കോൺസ്റ്റന്റ്, സ്ഥിരത ഉള്ളതാണോ? അല്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുന്നവരത് ആൺകുട്ടിയോ പെൺകുട്ടിയായിരിക്കും അല്ലേ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ആ കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയായിരിക്കും. ആ കുട്ടിയുടെ സെക്സ് എന്ത് ചെയ്യും? ആ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? അവിടെ തീരുമാനിക്കപ്പെടുകയാണ് അല്ലേ. പക്ഷേ ഈ ജെൻഡർ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ സാമൂഹിക ചുറ്റുപാടുകൾക്കനുസരിച്ച് ഓരോരുത്തരുടെ മാനസികപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ എന്ത് ചെയ്യും? പറ്റും. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമല്ല, കോൺസ്റ്റന്റ് അല്ല കേട്ടോ. പക്ഷെ എന്തൊരു സെക്സ് എന്താണ്? കോൺസ്റ്റന്റ്. ഒരാൾ ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ മരിക്കുമ്പോൾ അയാൾ പുരുഷനായിരിക്കും. പക്ഷെ ജെൻഡർ അങ്ങനെയല്ല. സാമൂഹികപരമായ അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? ഒരാളുടെ ജെൻഡർ എന്ത് ചെയ്യാം? ലിംഗപദവിയിൽ എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരാം അല്ലെ. ഇറ്റ് ഈസ് അക്വയേർഡ് അല്ലെ, നേടിയെടുക്കുന്നതാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സോ ജന്മനാ കിട്ടുന്നതാണ് കേട്ടോ. ആൻഡ് സ്ട്രെങ്തൻഡ് ത്രൂ സോഷ്യൽ ഇന്റർവെൻഷൻ അല്ലെ, അതായത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതുപോലെ സാമൂഹിക ഇടപെടലുകളിലൂടെ അല്ലെ, സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് ലിംഗപദവി ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ലിംഗപദവി എന്നത് ലിംഗഭേദത്തിനപ്പുറമുള്ള ഒരാശയമാണ്. വെറുതെ എന്താ മതി, വായിച്ചാൽ മതി. ഓക്കെ. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് അല്ലെ, സാമൂഹിക നിർമ്മിതിയാണ് ഏത് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. എന്നാൽ സെക്സോ അത് ബയോളജിക്കൽ ആണ്. ഓക്കെ. ജെൻഡർ ഈസ് എ കൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്. Each society has constructed many expectations and behaviors associated with men and women. സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സമൂഹം ചില പ്രവർത്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രദർശിക്കുന്നുണ്ട്. ചില ബിഹേവിയർ, ചില പെരുമാറ്റം. സ്ത്രീ ഇങ്ങനെ പെരുമാറണം, പുരുഷൻ ഇങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ സമൂഹം, സൊസൈറ്റി നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഇറ്റ്സ് കോമൺലി ഒബ്സർവ്ഡ് ദാറ്റ് സെക്ടോറിയൽ സോഷ്യൽ societal expectations often dictate that boys are more suited to playing with toys like guns. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം, ആൺകുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? കളിക്കാൻ വേണ്ടിയിട്ട് കളിത്തോക്കുകളൊക്കെ വാങ്ങിക്കൊടുക്കും. whereas girls are often expected to play with dolls അല്ലെ, ബൊമ്മക്കുട്ടികൾ. അതുപോലെ തന്നെ പാവക്കുട്ടികൾക്കുമായിട്ട് കളിക്കാനാണ് എന്ത് ഗേൾസിന് നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലെ. ആൺകുട്ടികൾക്ക് കളിത്തോക്കുകളും പെൺകുട്ടികൾക്ക് പാവകളൊക്കെ വാങ്ങിക്കൊടുക്കും. ഒരു ഉദാഹരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ സിമിലർലി ഇൻഡിവിജ്വൽസ് അക്വയർ ജെൻഡർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഫ്രം സൊസൈറ്റി ത്രൂ സോഷ്യലൈസേഷൻ അല്ലെ, അതായത് സോഷ്യലൈസേഷൻ വഴി, സാമൂഹീകരണം വഴി ഇതുപോലെ വ്യക്തികളിൽ സമൂഹത്തിൽ ഇത് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും എന്ത് ചെയ്യാണ്? സമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? സോഷ്യലൈസേഷൻ, സാമൂഹീകരണം. എന്താണ് സോഷ്യലൈസേഷൻ, സാമൂഹീകരണം? ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ അധിക വായനൻ്റെ സ്ഥലത്ത്, എക്സ്ട്രാ റീഡിങ്ങിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ അറിവ് കൂട്ടുക എന്നുള്ള ബേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വായിക്കുക. പരീക്ഷയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, ഈ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ചോദ്യം വരില്ല എന്താണ് അറിയുക, ഈ ഭാഗത്ത് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്ത സ്ഥലത്ത് നിന്ന് ചോദ്യം വരിക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ, അതായത് ലിംഗഭേദവും അതുപോലെ ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇതാണ് അവിടെ നിന്ന് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിവിലേക്ക് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഫ്രം ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ഡെത്ത്. സോഷ്യലൈസേഷൻ, അത് സാമൂഹീകരണം എന്ന് പറയുന്നത് എന്താണ്? ജനനം മുതൽ അത് ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാണ് ഇത് സാമൂഹീകരണം അല്ലെ. ബേബീസ് ഡു നോട്ട് നോ അബൌട്ട് സൊസൈറ്റി ഓർ സോഷ്യൽ ബിഹേവിയർ അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും അറിയോ? ആ കുട്ടി ഏത് സമൂഹത്തിലാണ് ജനിക്കുന്നത്? ഈ സമൂഹത്തിലെ കൾച്ചർ എങ്ങനെയാണ്? ഇവിടെ ആളുകളുടെ
പെരുമാറ്റം എങ്ങനെയാണ്, അവിടുത്തെ നോംസ് എന്താണ്, അവിടുത്തെ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഇതൊന്നും ആ കുട്ടിക്ക് അറിയില്ല. ഈ കുട്ടി പ്യുവറായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സൊസൈറ്റിയിലേക്ക് ജനിച്ചു വീഴാണ് അല്ലേ. പിന്നെ ആ കുട്ടി ജീവിച്ചു തുടങ്ങുകയാണ്. ഈ ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ പല വഴികളിലായിട്ട് എന്ത് ചെയ്യാണ്, സമൂഹത്തിൽ നിന്ന് നമ്മൾ സോഷ്യലൈസേഷൻ വഴി എന്ത് ചെയ്യാണ്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയും ഈ സമൂഹത്തിലുള്ള ഒരാളെ പോലെ എന്ത് ചെയ്യാണ്, ആയി വരികയാണ്. അല്ലാതെ ജനിക്കുന്ന ഒരു കുട്ടി, ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടി, അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടി, ഇവരുടെ കൺസെപ്റ്റൊക്കെ ഒരേപോലെ ആയിരിക്കുമല്ലോ തുടക്കത്തിൽ. പിന്നെ നമ്മൾ വളർത്തിയെടുക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ വരികയാണ് അല്ലേ. ആ കുട്ടി വളരുന്ന സമൂഹത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, സാമൂഹീകരണം നടക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി, ഈ സമൂഹത്തിൽ എന്താണ് ഇഴചേരാൻ വേണ്ടിയിട്ട് ദ ലേൺ ദ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദ സൊസൈറ്റി അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ദിസ് ലേണിംഗ് പ്രോസസ് ഇസ് കോൾഡ് സോഷ്യലൈസേഷൻ. നമ്മൾ പറഞ്ഞല്ലേ, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. ഈ പഠിച്ചെടുക്കൽ പ്രക്രിയ ലേണിംഗ് പ്രോസസ്സിനാണെന്ന് പറയുക സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം കേട്ടോ. ഇതെന്തില്ല, ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഭാഗത്താണ് കൊടുത്തത് കേട്ടോ. ഓൾ ഇൻഡിവിജ്വൽസ് മെ നോട്ട് ഹാവ് ദ ജെൻഡർ ദാറ്റ് ദ സൊസൈറ്റി എക്സ്പെക്ട് ദം ടു ഹാവ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സെക്സ്. അതായത് ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ചില ലിംഗ പദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. അതായത് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒന്നെങ്കിൽ ബോയ് ആയിരിക്കും അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും, ജനിക്കുമ്പോൾ ഉള്ള സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ആ കുട്ടി സൈക്കോളജിക്കലി ആ കുട്ടിക്ക് ഒരു ആൺകുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ അവരുടെ സൈക്കോളജിക്കലി അവരുടെ എന്താണ് ഇമോഷൻസ് ഒക്കെ ഒരു സ്ത്രീയുടേതായിരിക്കും അല്ലെ, പുരുഷനാണെങ്കിൽ സ്ത്രീയുടേതായിട്ട് വരിക. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് വിപരീതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വരിക അല്ലേ. ഇപ്പം ഞാനെന്താണ് ഒരു പുരുഷനാണെങ്കിൽ എൻ്റെ വികാര വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയുടേത് പോലെ ആവുക, ഈ ഒരു ശരീരത്തോട് എനിക്ക് ഇഷ്ടമല്ലാതെ ആവും അല്ലേ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥയും അതിനോട് യോജിക്കാത്ത രീതിയിലുള്ള ഒരു ബോഡി ആയിട്ട് ജനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അങ്ങനത്തെ ആളുകളുണ്ട്. അതായത് എന്താണ് പറയുന്നത്, ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗ പദവി ആയിരിക്കും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. ചില വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. സം പീപ്പിൾ മേ ഹാവ് ജെൻഡർ ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദെയർ സെക്സ് അല്ലേ. സെക്സ് എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് അല്ലേ. ആൺ പെൺ എന്ന് പറയുന്ന സാധനം, സെക്സ് എന്ന് പറയുന്ന സാധനം ജനിക്കുമ്പോൾ കിട്ടുന്ന സാധനം. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഹോർമോൺസ്, അതുപോലെ അവരുടെ ഉള്ളിലുള്ള മാനസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകളുടെ നികരും ഡിഫറൻ്റ് ആയിരിക്കും. അവരുടെ സെക്സിന് അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക, മാനസികപരമായിട്ട് അവരുണ്ടാവുക. ഹോർമോൺസിലൊക്കെ ഒന്നുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. നോക്കൂ, സം പീപ്പിൾ മേ ഹാവ് ജെൻഡർ ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദെയർ സെക്സ് അല്ലേ. ദോസ് ഹു ഹാവ് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിഫറെൻറ്റ് ഫ്രം ദ സോഷ്യലി എക്സ്പെക്റ്റഡ് വൺ ആർ കോൾഡ് ട്രാൻസ്ജെൻഡേഴ്സ്. എന്താ വിളിക്കുക, ട്രാൻസ്ജെൻഡേഴ്സ്. നോക്കിയേക്കോ, ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗ പദവിയുള്ള മനുഷ്യരായിരിക്കും. നമ്മൾ പറഞ്ഞു ആൺകുട്ടിയായി ജനിച്ചു, പക്ഷെ മാനസികപരമായിട്ട് ആ കുട്ടി ആൺകുട്ടിയല്ല. ആ കുട്ടിയുടെ സെക്സ് ഓർഗനൊക്കെ ഒരു പക്ഷേ ആൺകുട്ടി ആയിരിക്കാം, പക്ഷെ എന്തല്ല, മാനസികപരമായിട്ട് ഹോർമോണൽ പരമായിട്ട് ആ കുട്ടി എന്താണ്, ഇന്ത്യയിൽ ഡിഫറൻ്റ് ആണ്. അങ്ങനത്തെ ആളുകളുണ്ടാവും. ശരീരം വേറെ മനസ്സ് വേറെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. ശരീരം ആണായിരിക്കും, മനസ്സ് പെണ്ണായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ചിലർ എന്ത് ചെയ്യണം, ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗ പദവിയുള്ള മനുഷ്യരായിരിക്കും. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ പദവി ഉള്ളവരില്ലേ. ഇപ്പോൾ ഒരു ബോയ് ഉണ്ട്, ഈ ബോയിൻ്റെ അടുത്തുനിന്ന് സമൂഹം ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സെക്സ് ബോയ് ആണ് അല്ലേ, ഒരു ആളുടെ സെക്സ് ബോയ് ആണ്. അപ്പം എന്ത് ചെയ്യാണ്, സമൂഹം അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ നിന്ന് അവരുടെ അടുത്തുനിന്ന് വരിക അല്ലേ. അങ്ങനത്തെ ആളുകളില്ലേ എന്താ പറയുക, അതായത് അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ പദവി ഉള്ളവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ. ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള വ്യക്തികൾ. ഓക്കെ അല്ലേ. ട്രാൻസ്ജെൻഡർ അല്ലേ. ട്രാൻസ്ജെൻഡർ ഇതൊരു എന്താണ്, ക്ലോസ് ഓഫ് സെക്ഷൻ, അതായത് നമ്മുടെ TPPR ആക്റ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ട്രാൻസ്ജെൻഡർ ആരാന്നുള്ളതിന് ഒരു ഡെഫിനിഷനാണ് കേട്ടോ. എ ട്രാൻസ്ജെൻഡർ ഈസ് എ പേഴ്സൺ ഹൂസ് ജെൻഡർ ഡസ് നോട്ട് കറസ്പോണ്ട് വിത്ത് ദ ജെൻഡർ ഹി വാസ് അസൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് അല്ലേ. എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തി, അതായത് ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നതാണ് അർത്ഥമാക്കുന്നത് അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് സെക്സ് ഉണ്ടാവും, ഇത് ബോയ് അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും അല്ലേ. ബോയ് അല്ലെങ്കിൽ എന്തായിരിക്കും, ഗേൾ ആയിരിക്കും. പക്ഷെ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഹോർമോണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കാര്യങ്ങളായിരിക്കും ആർക്കും ഉണ്ടാവുക, ആ ഒരു കുട്ടിക്ക് ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ ആളുകൾ നോക്കൂ,
ജനന സമയത്ത് വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനുണ്ട്, അതായത് ട്രാൻസ് മെൻ ഉണ്ട്, പിന്നെ ആരുണ്ട് ട്രാൻസ് മാൻ, കണ്ടോ? അതുപോലെ തന്നെ ആരുണ്ട്? ട്രാൻസ് സ്ത്രീ ഉണ്ട്, അതായത് ട്രാൻസ് വുമണും ഉണ്ട് അല്ലെ. ട്രാൻസിന്റെ കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് 2 തരത്തിലുണ്ട്, ട്രാൻസ് മെന്നുകളുണ്ട്, ട്രാൻസ് വുമണുകളുണ്ട്. ഇതെന്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് സെക്സ് കാറ്റഗറൈസ് ഇൻഡിവിജ്വൽസ് ആസ് ബയോളജിക്കലി മെയിൽ ഓർ ഫീമെയിൽ. സെക്സ് എന്ന് പറയുന്നത്, അതായത് ലിംഗ പദവി എന്ന് പറയുന്നത് എന്തെയാണ്? ലിംഗഭേദം എന്ന് പറയുന്നതാണ് സ്ത്രീയെ എന്നും പുരുഷനെന്നും വേർതിരിക്കുന്നു അല്ലെ. മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. ജെൻഡർ മേക്സ് മസ്കുലാനിറ്റി ഓർ ഫെമിലാരിറ്റി. മസ്കുലാരിറ്റി എന്താ? ഈ മസ്കുലാനിറ്റി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് ഫെമിനാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞാൽ അതായത് ഒരു പുരുഷൻ, ഈ പുരുഷന്റെ അടുത്തുനിന്ന് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെരുമാറ്റമുണ്ട്, ഒരു ബിഹേവിയർ ഉണ്ട്. ഞാനൊരു പുരുഷനാണെങ്കിൽ, ഒരു മെന്നാണെങ്കിൽ, എൻ്റെ അടുത്തുനിന്ന് സമൂഹം, സൊസൈറ്റി പ്രതീക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ. അതാണ് നമ്മൾ എന്താ പറയുക? മസ്കുലാനിറ്റി എന്ന് പറയാം അല്ലേ, മസ്കുലാനിറ്റി. എന്നാൽ സ്ത്രീകളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നതിനാണ് എന്താ പറയുക? ഫെമിനിറ്റി എന്ന് പറയും അല്ലേ. ലിംഗഭേദം നമ്മെ ജീവശാസ്ത്രപരമായി ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നു. ലിംഗ പദവി നമ്മളിൽ പുരുഷത്വം മസ്കുലാനിറ്റി എന്ന് പറഞ്ഞാൽ പുരുഷത്വം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ സ്ത്രീത്വം, ഫെമിനിറ്റി അല്ലെ. ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീത്വം അല്ലെ. പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്ത് ചെയ്യുന്നു? നമ്മളിൽ വരുന്നു. ഓക്കെ, the term masculinity അതുപോലെ തന്നെ ഫെമിനിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് എന്താണെന്നുള്ളത് അല്ലേ. റെഫർ ടു ദ ബിഹേവിയേഴ്സ് ഓഫ് ദ സൊസൈറ്റി എക്സ്പെക്ട് ഫ്രം മെൻ ആൻഡ് വുമൺ അല്ലേ. അതായത് പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളാണെന്ത്? പുരുഷത്വം അതുപോലെ തന്നെ സ്ത്രീത്വം എന്നുള്ളത് അല്ലേ. നമ്മളെന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അടുത്തതിനൊരു ഉദാഹരണമായിട്ട് പറയാണ്, മെൻ ആർ കൺസിഡേർഡ് സിമ്പിൾസ് ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് വുമൺ ആർ ഓഫ് ദ അഫെക്ഷൻ. അതായത് സ്ത്രീ എന്നുള്ളത് എന്താണ്? ഒരുപാട് സ്ത്രീ എന്നുള്ളത് കരുണയുടെയും അതുപോലെ വാത്സല്യത്തിൻ്റെയും രൂപമാണ് എന്ത്? സ്ത്രീ എന്നുള്ളത്. പുരുഷൻ എന്നുള്ളത് എന്താണ്? സ്ട്രെങ്ത്തിന്റെ അല്ലെ, ശക്തിയുടെ കേന്ദ്രമാണ് ആര്? പുരുഷൻ. കരുത്തിന്റെ പ്രതീകമാണ് പുരുഷൻ. സ്ത്രീ എന്നുള്ളത് എന്താണ്? വാത്സല്യത്തിന്റെ അടയാളമാണ്. അനദർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ എന്താണ്? മെൻ ആർ നോട്ട് മീൻ ടു ബ്രൈ. ആണുങ്ങൾ എന്താ? കരയാൻ പറ്റൂല. ആണുങ്ങളെ കരയാൻ പറ്റൂല. വിമൻസ് ആർ ഇമോഷണൽ. സ്ത്രീകൾ എന്തായിരിക്കും? കൂടുതൽ വൈകാരികത ഉള്ള ആളുകളായിരിക്കും ആര്? സ്ത്രീകൾ. ശരിക്കും ഇങ്ങനെയൊക്കെ ആണോ? നിങ്ങൾ നോക്കി നോക്കൂ. എല്ലാ പുരുഷന്മാരും കരുത്തുള്ളവരാണോ? അല്ല. എല്ലാ സ്ത്രീകളും കരുത്ത് കുറഞ്ഞവരും അതുപോലെ വാത്സല്യമുള്ളവരാണോ എല്ലാ സ്ത്രീകളും? അല്ല. ഇതൊക്കെ എന്താണ്? പൊതുവെ സമൂഹം എങ്ങനെയാണ് ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് അല്ലെ. പുരുഷന്മാർ കരയാൻ പറ്റൂല എന്നും അതുപോലെ തന്നെ എന്താണ്? സ്ത്രീകൾ എന്ന് പറയുന്നത് കൂടുതൽ വൈകാരികതയുള്ള ആളുകളാണെന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ എന്താണ്? നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൈമാറി പോരുന്ന ചില കാര്യങ്ങളാണ്. സെക്സ് ഈസ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് അല്ലെ. സെക്സ് എന്ന് പറയുന്നത്, ലിംഗഭേദം എന്നുള്ളത് എന്താണ്? ജനന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഇത് സെക്സ് അല്ലെങ്കിൽ ലിംഗഭേദം. ഓക്കെ അല്ലേ. അടുത്തെന്താണ്? Thus it's an ascribed status. എന്താണ് ascribed status എന്ന് പറഞ്ഞാൽ? ascribed status എന്ന് പറഞ്ഞാൽ ജന്മസമയത്ത് തന്നെ എന്താണ്? നമുക്ക് വെറുതെ കിട്ടിയതാണ് ഇത് ഏത്? സെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. എന്താണ് വിളിക്കുക? ആരോപിത പദവി. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. ഇതെന്താണ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ഇതോ ജെൻഡർ എന്നാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ലിംഗ പദവി ഒരു ആർജിത പദവി, നേടിയെടുക്കുന്നതാണ്, ആർജിത പദവിയാണ്. ഇതെന്താണ്? ആരോപിത പദവിയാണ്. ഓക്കെ, ഇറ്റ്സ് എന്താണ്? ലേൺഡ് ആൻഡ് ഫോംഡ് ഫ്രം ദ കൾച്ചർ വി ലിവ് ലൈൻ. അതായത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്നും പഠിച്ച് രൂപപ്പെടുന്നതാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ്? ആരോപിത പദവിയും ആർജിത പദവിയും എന്നുള്ളതാണ് അല്ലേ. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഇസ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ബൈ ബർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജന്മനാ ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യം അതാണ് എന്ത്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോപിത പദവി അല്ലേ. ഏജ് ഞാൻ തീരുമാനിക്കൊണ്ട് ഞാൻ എപ്പോഴാണ് ജനിക്കേണ്ടത് എന്നുള്ളത് അല്ല. ജന്മനാ എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ എപ്പോഴാണ് ജനിക്കേണ്ടത് എന്നുള്ളത്. എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണോ? അല്ല. റേസ്, ഞാൻ ഏത് വംശത്തിൽ ജനിക്കണം അല്ലെങ്കിൽ ഏത് കാസ്റ്റിൽ ജനിക്കണം ഇതൊക്കെ ഞാനാണോ തീരുമാനിക്കുന്നത്? അല്ല. ഞാനൊരു സെക്സ് ഞാൻ ആൺകുട്ടിയായി ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണോ? അല്ല. പെൺകുട്ടിയായി തീരുമാനിക്കുന്നത് ഞാൻ വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് ജന്മന നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. എന്ത്? ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് പറയുക? ആരോപിത പദവി എന്ന് പറയും അല്ലേ.
പിന്നെ ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണെന്ത്? ആരോപിത പദവിയിലെ പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങിയ ഒരു വ്യക്തി തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആരോപിത പദവികൾക്ക് ഉദാഹരണമാണ്. അടുത്തെന്താ? അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സോഷ്യൽ സ്റ്റാറ്റസ് അച്ചീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ത്രൂ ദെയർ ഓൺ എബിലിറ്റി ആൻഡ് ചോയ്സ്. ദെയർ ഓൺ എബിലിറ്റി ആൻഡ് ചോയ്സ് അല്ലേ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത. ഞാൻ എന്ത് പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പഠിക്കണോ, എന്ത് കോഴ്സ് പഠിക്കണോ, എന്ത് ജോലി ചെയ്യണോ, ഇതൊക്കെ ആരെ തീരുമാനിക്കുന്നത്? ഞാൻ തന്നെ തീരുമാനിക്കുന്നത് അല്ലേ? അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏത് വംശത്തിൽ ജീവിക്കണം എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഏത് കാസ്റ്റിൽ ജീവിക്കണം എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഏത് സെക്സിൽ, ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ട് ജനിക്കണോ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് അല്ലേ? ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ എന്താ പറയുക? ആരോപിത ഇത് പറയില്ല, ആരോപിത സ്റ്റാറ്റസ് പദവി എന്ന് പറയും. ഇതെന്താണ്? നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്ന ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഓരോ വ്യക്തിക്കും വേണ്ടത് അവനവന് എന്ത് ചെയ്യാൻ പറ്റും? തിരഞ്ഞെടുക്കാനും മാറ്റം വരുത്താനൊക്കെ എന്ത് ചെയ്യും? പറ്റും. ഇൻകം, വരുമാനം അല്ലേ? വരുമാനം. പണ്ടാരോ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ നിങ്ങളൊരു ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്. മനസ്സിലായോ? അതായത് നമ്മൾ വരുമാനം എന്നുള്ളത് എന്ത് ചെയ്യുക? നമുക്ക് നല്ല ജോലി ചെയ്താൽ നല്ല വരുമാനം കിട്ടും. കൂടുതൽ ഐഡിയകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ? ഹാർഡ് വർക്കും ഐഡിയകളും നമ്മളെ ഫുൾ ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും അല്ലേ? അപ്പം എന്ത് ചെയ്യും? ഇൻകം. ഇത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. ഓക്കെ. അടുത്തെന്താണ്? ഒക്കുപ്പേഷണൽ സ്കിൽ, ജോലി ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാ അല്ലേ? നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയലുണ്ട് മെസ്സി എന്ന് പറയുന്നത് എന്താണ്? മെസ്സിക്ക് ജന്മനാ കാലിന്മേൽ കളി കിട്ടിയ ഒരു ഫുട്ബോളറാണ് മെസ്സി എന്നും, റൊണാൾഡോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയതാന്നൊക്കെ പറയലുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ നോർമൽ കേസ് എടുക്കുമ്പോൾ എന്താണ്? ഒക്കുപ്പേഷണൽ സ്കിൽ എന്ന് പറയുന്നത് ഓരോ വ്യക്തി എന്താണ്? അധ്വാനിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പേ ഓഫ്, അതിൻ്റെ ഒരു റിസൾട്ടാണ് അല്ലേ? വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണെന്ത്? ആർജിത പദവി അല്ലെ? അതായത് നമ്മൾ നേടിയെടുക്കുന്ന പദവി. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണിത് ആർജിത പദവി അല്ലെ? ദേ ആർ ലേൺഡ് ഫ്രം ദ സൊസൈറ്റി ഇൻ കോഴ്സ് ഓഫ് ടൈം. ഒരുപാട് സമയമെടുത്ത് സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നവയാണോ അല്ലെ? ജെൻഡർ ഈസ് ആൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആസ് ഇറ്റ് ഇൻ അക്വയർഡ് ആൻഡ് റെയിൻഫോഴ്സ്ഡ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസ്. ലിംഗ പദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരു ആർജിത പദവിയാകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ അല്ലെ? സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗഭേദം അല്ലെ? ലിംഗഭേദം. ജെൻഡർ എന്ന് പറഞ്ഞാലോ? ലിംഗ പദവി. അപ്പം ലിംഗപദവിയും ലിംഗഭേദവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് അല്ലെ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിന് ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള, പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? നോക്കല്ലേ? സെക്സ് അല്ലെ? ലിംഗഭേദം. അതുപോലെ ജെൻഡർ ലിംഗപദവി. സെക്സ് എന്ന് പറഞ്ഞാൽ സെക്സ് റെഫേഴ്സ് ടു ബയോളജിക്കൽ ഫീച്ചർ അല്ലെ? സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബയോളജിക്കൽ ഫീച്ചർ ആണ് അല്ലെ? നമുക്ക് ജന്മനാ കിട്ടുന്ന ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് സെക്സ് എന്ന് പറയുന്നത്. എന്നാൽ ജെൻഡർ എന്താണ്? ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സ് സോഷ്യൽ അല്ലെ? സാമൂഹികപരമായിട്ടുള്ള കാര്യമാണ്. കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സൈക്കോളജിക്കൽ മാനസികപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം ജെൻഡർ റെഫേഴ്സ് ടു സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ്. സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ഇത്. ഏത്? ലിംഗ പദവി, അതായത് ജെൻഡർ. എന്നാൽ സെക്സ്, ലിംഗഭേദം എന്താ? ഇറ്റ്സ് എ ബയോളജിക്കൽ ഫാക്ട് ഫീച്ചർ. ഇത് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചർ. ഈ സെക്സും അതേപോലെ ജെൻഡറും ലിംഗപദവിയും ലിംഗഭേദവും ഒക്കെ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് ബയോളജിക്കൽ ഫീച്ചറാണ്, ഇതെന്താണ്? സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചറാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ഹാസ് 2 മെയിൻ കാറ്റഗറീസ് അല്ലെ? മെയിൽ ആൻഡ് ഫീമെയിൽ. ലിംഗഭേദം പ്രധാനമായിട്ടും 2 എണ്ണമാണ് അല്ലെ? ലിംഗഭേദം
പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആണും ഒന്ന് പെണ്ണും, അല്ലെ? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. ഈ 2 കാറ്റഗറി ആർക്കുള്ളൂ? സെക്സിനുള്ളൂ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ജെൻഡർ, അല്ലെ, ലിംഗ പദവിയിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെ മസ്കുലാനിറ്റി, അതുപോലെ തന്നെ ഫെമിനിനിറ്റി, അല്ലെ, സ്ത്രീത്വം, അതുപോലെ തന്നെ പുരുഷത്വം, അല്ലെ, ലിംഗ പദവി നമ്മളിൽ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്നിവ നിർമ്മിച്ചെടുക്കുന്നു, അല്ലെ, പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്നിവ എന്ത് ചെയ്യുന്നു? നിർമ്മിച്ചെടുക്കുന്നു. എന്താ പുരുഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മസ്കുലാനിറ്റി. ഒരു പുരുഷനിൽ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്, അല്ലെ, സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സംഭവങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുക? പുരുഷത്വം അല്ലെങ്കിൽ മസ്കുലാനിറ്റി, അല്ലെ. ഒരു സ്ത്രീയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ത്രീത്വം അല്ലെങ്കിൽ ഫെമിനിനിറ്റി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെക്സ് എന്ന് പറയുന്നത് എന്താ? അത് മാറ്റാൻ കഴിയില്ല. ലിംഗഭേദം cannot be, sex cannot be changed. ലിംഗഭേദം മാറ്റാൻ കഴിയില്ല. ജനിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത്, അല്ലെ. അത് ആൺകുട്ടിയായിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കാം. ഇതാണ് നമ്മുടെ സെക്സ്. സെക്സ് cannot be changed. എന്നാൽ ജെൻഡർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ പറ്റും. ജെൻഡർ ക്യാൻ ബി ചേഞ്ച്ഡ്, അല്ലെ. ജെൻഡർ എന്ത് ചെയ്യും? മാറ്റാൻ പറ്റും. ലിംഗഭേദം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സാമൂഹികപരമായ, സാംസ്കാരികപരമായ, അതേപോലെ മാനസികപരമായ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജെൻഡറിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെ. അപ്പൊ ജെൻഡർ ക്യാൻ ബി ചേഞ്ച്ഡ് ബട്ട് സെക്സ് കനോട്ട് ബി ചേഞ്ച്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? സെക്സ് ബയോളജിക്കലി ഡെവലപ്ഡ്, അല്ലെ. ലിംഗഭേദം എന്നുള്ളത് എന്താണ്? ജൈവശാസ്ത്രപരമായി വികസിപ്പിച്ചെടുത്തതാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അല്ലെ. പക്ഷെ ജെൻഡർ എന്താണ്? ജെൻഡർ ഇസ് ദ കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ദ സൊസൈറ്റി. ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം വികസിപ്പിച്ചെടുത്ത ആശയമാണേത്? സമൂഹം വികസിപ്പിച്ചെടുത്ത ആശയമാണേത്? ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം? പോയിന്റുകൾ ആഡ് ചെയ്തെടുക്കാം, അല്ലെ. സെക്സ് അല്ലെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് ജന്മനാ കിട്ടുന്നതാണ്. പക്ഷെ അതെന്താണ്? നമുക്ക് ആരോപിത പദവി എന്നൊക്കെ പറയും, അല്ലെ. ആരോപിത പദവിയായിട്ട് കിട്ടുന്നതാണിത് സെക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ജെൻഡർ എന്താ? ജെൻഡർ എന്ന് പറഞ്ഞാൽ ആർജിത പദവിയാണല്ലേ, നമ്മുടെ നേടിയെടുക്കുന്നതാണ് ഇത് സെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനിയും എന്ത് ചെയ്യാം? ഇതിലേക്ക് പോയിന്റ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു സെക്സും അതുപോലെ ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ എന്ത് ചെയ്യാം? മക്കൾ ഇത് എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക? ഇത് എന്തായാലും ചോദിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഈ ഒരു പോയിന്റ്സ് എന്ത് ചെയ്യുക? അതുപോലെ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇനിയും പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, അല്ലെ. സെക്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ ആരോപിത പദവിയാണ്, അല്ലെ. എന്താണ്? നമുക്ക് സ്വയം കിട്ടുന്ന ബൈ ബർത്തായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ജെൻഡർ നമ്മൾ ആർജിച്ചെടുക്കുന്ന, നമ്മൾ അക്വേർഡ് ആയിട്ടുള്ള ആരാണ് ഇത്? സെക്സ്, ജെൻഡർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇതൊന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മാർക്ക് അടിക്കും, അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി അടുത്തൊരു സാധനം നമുക്ക് നോക്കാനുള്ളത് സ്റ്റാറ്റസ്, അല്ലേ. നമ്മൾ പറയല്ലേ നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ളൊരു സ്റ്റാറ്റസ്. നമ്മൾ പറയും എന്താണ്? അയാൾക്ക് സമൂഹത്തിൽ ഭയങ്കര വലിയ സ്റ്റാറ്റസാണ്, അയാൾക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട് സമൂഹത്തിൽ, എല്ലാവരും അയാൾ എന്ത് ചെയ്യും? അംഗീകരിക്കുന്നുണ്ട്, അല്ലേ. ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ഒരാളെ നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യണേ? അതിന് ചെയർമാനാക്കണം. SMC കമ്മിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. അപ്പോൾ എന്താണ്? അയാൾക്ക് ഒരു സ്വീകാര്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു പദവി. അയാൾക്ക് സൊസൈറ്റിയിൽ നല്ല പദവിയാണ്, അല്ലേ. നമ്മളെന്ത് ചെയ്യണം? ചിലപ്പം പൈസ ഉള്ള ആളുകൾക്ക് ഭയങ്കര പദവി കൊടുക്കും. അങ്ങനെയൊക്കെ സൊസൈറ്റി കുറെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറെ ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊക്കെ. അപ്പൊ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു സമൂഹം കൊടുക്കുന്ന ഒരു പൊസിഷൻ, ഒരു സ്റ്റാറ്റസ്, അല്ലെ. അതിനാണ് നമ്മൾ പറയാ പദവി എന്ന് പറയട്ടെ. അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ ടേം എന്താ ചെയ്യാ? ജസ്റ്റ് ഈ ടേം എന്താണെന്നുള്ളതും അതിന് 1-2 പോയിന്റ് നോക്കി വെച്ചാൽ മതി, അല്ലെ. സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻ വിത്തിൻ ദ സോഷ്യൽ സിസ്റ്റം, അല്ലെ. സാമൂഹിക വ്യവസ്ഥക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണെന്ത്? പദവി. അതായത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള പദവി. എന്താ പറയാ? സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ്, അല്ലെ. ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻ വിത്തിൻ എ സോഷ്യൽ
സോഷ്യൽ സിസ്റ്റം. ഒരു സാമൂഹിക വ്യവസ്ഥക്കുള്ളിൽ ഒരാൾക്ക് കിട്ടുന്ന എന്താണ് പൊസിഷൻ, സ്റ്റാറ്റസിനാണ് എന്ത് പറയുക നമ്മൾ, അതിനാണ് പറയുക സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്ന് പറയാം അല്ലേ. സ്റ്റാറ്റസ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ഹൗ ആൻ ഇൻഡിവിജ്വൽ ഈസ് പെർസീവ്ഡ് ആൻഡ് ട്രീറ്റഡ് വിത്തിൻ എ സോഷ്യൽ സിസ്റ്റം അല്ലേ. ഒരു സാമൂഹിക വ്യവസ്ഥക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണെന്ത്, പദവി എന്നുള്ളത് അല്ലേ. ഞാൻ ഈ അടുത്ത കാലത്തായിട്ടൊരു ഇൻ്റർവ്യൂ ഒരു ടി വിയിൽ ഒരു പരിപാടി കണ്ടതാണ്. ആ പരിപാടിയിൽ ഒരാൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന സമയത്ത് ഒരു പുതിയ വ്യക്തിയെ പരിചയ സമയത്ത് നമ്മളെന്ത് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പരിചയപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും നമ്മളല്ലേ. ഇതെന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് ഇയാൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കുള്ളൊരു പദവി, ഒരു സ്റ്റാറ്റസ് ശരിക്കും നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ പറയുന്ന ആളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ആൾ വലിയ ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ബഹുമാനമൊക്കെ അയാളോട് ഇങ്ങനെ തോന്നും അല്ലേ. പിന്നെ എന്താ പറയുക, കുറച്ച് പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ കർഷകനാണെങ്കിൽ ഒരു കർഷകൻ, ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെയാണ് എന്ത് ഈ ആളുകളുടെ ഇടയിലുള്ള വളരെ ബ്ലണ്ടറായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിചയപ്പെടുമ്പോൾ താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. അതിനാ എത്രത്തോളം ബഹുമാനം കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടത്. ശരിക്കും വാസ്തവമായിട്ടുള്ളൊരു കാര്യമല്ലേ, പക്ഷെ വളരെ തെറ്റായിട്ടുള്ളൊരു സിസ്റ്റമാണത്. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സമൂഹത്തിൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുത്ത് നല്ലൊരു ഉത്തമ സമൂഹമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ മാറ്റണല്ലേ. സ്റ്റാറ്റസ് ഞാനൊരു ഉദാഹരണമായിട്ട് എന്താണ് പറഞ്ഞതാണ് കേട്ടോ. സാമൂഹിക വ്യവസ്ഥക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടലേ, അത് എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, എങ്ങനെ പരിഗണിക്കപ്പെടണം. ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അയാളെ പ്രസിഡന്റ് ആക്കണോ, അല്ലെങ്കിൽ അയാളെ സെക്രട്ടറി ആക്കണോ, അല്ലെങ്കിൽ അയാൾക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് കൊടുക്കണോ, അയാളെ ബാക്കിൽ കൊണ്ടുപോയി ഇടണോ, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണോ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് എന്താ, അയാളുടെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിനാൽ നിർണായക ഘടകമാണിത് പദവി എന്നുള്ളത്. ഓക്കെ അല്ലേ. എവറി സൊസൈറ്റി കാറ്റഗറൈസസ് ഇറ്റ്സ് മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ സ്റ്റാറ്റസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു വേർതിരിവൊക്കെ വരുന്നത് എന്തിൻ്റെ ബേസിലാണ്, സ്റ്റാറ്റസിൻ്റെ ബേസിലാണ് അല്ലേ. ലീഡിങ് ടു ദ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇത് സമൂഹത്തിൽ ഒരുപാട് തട്ടുകൾ ഉണ്ടാക്കാൻ, ആളുകളുടെ ഇടയിൽ ഒരുപാട് ഗ്രൂപ്പുകൾ, വിഭാഗങ്ങൾ, അല്ലെ പൊന്തിയ, അതായത് ഉയർന്ന ആളുകൾ, താഴ്ന്ന ആളുകൾ, ഈ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഇടയാവുന്നു എന്നാണ് പറയുന്നത്. ഇതിലൊരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ത് ചെയ്യാണ്, ഇത് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ദസ് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ് as a high status or low status. സ്റ്റാറ്റസ് വെച്ചിട്ട് എന്താണ് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ലോ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇൻഡിവിജ്വൽസിന് നമ്മൾ എന്താണ് സമൂഹം ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും എന്ത് ചെയ്യാണ് നിശ്ചയിക്കപ്പെടുകയാണ്. ഇതൊക്കെ എന്താണ് ശരിക്കും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻ ഏതാ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. അതായത് ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്. പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലേ. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ അല്ലേ, ട്രാൻസ്ജെൻഡറിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത് അല്ലേ. ഒരു വ്യക്തി അദ്ദേഹത്തിനുള്ള ലിംഗത്തിന് വിപരീതമായിട്ടുള്ള എന്താണ് ലിംഗപദവി കിട്ടുന്ന സമയത്താണ് അത് അദ്ദേഹത്തിനെ വിളിക്കുക ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുക. പിന്നെ ഈ പദവി സ്റ്റാറ്റസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കുക. ഇങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞതായിട്ടുള്ള ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നെ 1-2 മാർക്കിനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം പദവി എന്താണ്, ട്രാൻസ്ജെൻഡർ ആരാണ്, അങ്ങനത്തെ ചില ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കൾ, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചാപ്റ്ററിനെ മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.